നമ്മുടെ നാട് വലിയ ഒരു അടിയന്തരാവസ്ഥയിലാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പിഞ്ചു കുട്ടികൾ പോലും കൊലക്കുറ്റത്തിന് പ്രതികളാകുന്ന നാട്ടിൽ അമ്മയും പെങ്ങളെയും സഹോദരിമാരെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണുമൂടിയ ഒരു സമൂഹം ഈ നാട്ടിലുണ്ടാകുന്നു. ഒരു സമൂഹത്തിലെ, ഒരു കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊലവിളിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ അരാജകത്വത്തിൻ്റെ കഥകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ കേന്ദ്ര ബിന്ദുവായി ഒരു കാര്യത്തെ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. 2024 ഏകദേശം 24,000-ലധികം കേസുകൾ NDPS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരളം ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായി പോകുന്നത് അത് അഭിമാനിക്കാൻ ഒരു വകയുമില്ലാത്ത അത്യന്തം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാമൂഹിക തിന്മയെ തുടർന്ന് കൊലപാതകവും ലൈംഗിക അരാജകത്വവും ഒക്കെ നമ്മുടെ നാട്ടിൽ നട്ടുമുളയ്ക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ആരാണ്? നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹങ്ങൾക്ക്, വിശ്വാസ പഠന കേന്ദ്രങ്ങൾക്ക്, നമ്മുടെ വിദ്യാലയങ്ങൾക്ക്. അതിനുമെല്ലാം അപ്പുറത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ അനേകമില്ലേ? നമ്മുടെ സ്കൂളും കോളേജുമൊക്കെ ഇങ്ങനെ പോയാൽ അതിൻ്റെ ഭാവി എന്താകും? നമ്മുടെ നിഷ്കളങ്ക നഷ്ടപ്പെടുന്ന മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തെ ആര് നയിക്കും? ഈ സന്ദേഹങ്ങളുമായി ദ ഫയർ റൂം ഇവിടെ ആരംഭിക്കുന്നു. എൻ്റെ പേര് നിതിൻ ജോസ്. എൻ്റെ കൂടെയുള്ളത് ശ്രീ ആൻ്റണി സച്ചിൻ, ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ. പ്രിയപ്പെട്ട 2 അതിഥികൾക്ക്, ഒപ്പം പ്രിയ പ്രേക്ഷകർക്ക് ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ റോണി, നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അത് തമാശയായിട്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വിഷയം കഴിഞ്ഞ 4 വർഷമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഞാൻ ഈ ഫ്ലോറിൽ തന്നെ 4 വർഷമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പല വിഷയങ്ങൾ പല അധികാരികളുടെയിൽ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രമിച്ചു. അഭിവന്ദ്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പാലാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ശക്തമായ ഇടപെടൽ അത് കേരളം ചർച്ച ചെയ്തതാണ്. അത് വിവാദത്തിന് വഴിവെച്ചു. എന്നിരുന്നാലും പല വേദിയിൽ, പല കുറിയിൽ, പല ഭാഷയിൽ, പരസ്വരത്തിൽ കൊടുത്ത ആ വാണിങ്ങുകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ വായിക്കുന്നു നമ്മുടെ കേരളത്തെ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ഇത്തരം ലഹരിക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ അടിമകളായി മാറുന്നു? അങ്ങനെ ഒരു തലമുറ ഈ നാട്ടിൽ നശിച്ചു പോകുന്നു. എങ്ങനെയാണ് അങ്ങനെ വായിച്ചു കാണുക? ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ യുവജനത പോയിക്കൊണ്ടിരിക്കുന്നത്. സീനിയേഴ്സൊന്നും അത്ര രീതിയിലേക്ക് എത്തില്ല. പക്ഷേ ഒരു തലമുറയെ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പം അങ്ങ് പറഞ്ഞു, ഇതിന് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പും ഇത്തരം വിഷയങ്ങൾ ഇവിടെ എടുത്തിരുന്നു. കാരണം കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രസ്താവനകളൊക്കെ വലിയ വിവാദമായി. എങ്ങനെയാണത് വിവാദമായത്? അതിനൊരു മതപരമായ രീതിയിലേക്ക് വേർതിരിച്ചു കൊണ്ടുവന്നു. പിതാവ് എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ അതിനെ പെട്ടെന്നൊരു വിവാദമാക്കി അതൊരു വർഗീയതയുടെ ഒരു പരിവേഷം കൊടുത്തതിനെ കൊണ്ടുവന്നു. ഗുജറാത്തിൽ നിന്ന് 3000 കോടിയുടെയും 2000 കോടിയുടെയൊക്കെ മയക്കുമരുന്നുകൾ ഇവിടെ വന്നപ്പോഴും അതും ഒരു ചർച്ച ചെയ്തങ്ങ് പോയി. അപ്പോൾ ഇത്ര കോടിക്കണക്കിന് 1000, 2000, 3000 കോടികളുടെ ഡ്രഗ്സുകൾ ഇന്ത്യയിലേക്ക് വരികയും കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായപ്പോഴും അധികാരികൾ ഇതിന് വേണ്ട ഇടപെടൽ ഗൗരവം കൊടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ എന്തുകൊണ്ട് അവർ കൊടുക്കാതിരിക്കുന്നു? അവർക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ സംശയിക്കുന്നത് ഭരണകർത്താക്കളും അതിനോടൊപ്പമുള്ള പ്രതിപക്ഷ സംവിധാനങ്ങളൊക്കെ, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ബോധവാന്മാരാണ്. അവരൊന്നും അല്ലാത്തവരൊന്നുമല്ല. സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്, അധികാരം അവരുടെ കയ്യിലുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ നടത്താൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവരതിനുള്ള ചെറുവിരൽ അനക്കാതിരുന്നുവെങ്കിൽ ഏതൊക്കെയോ വമ്പൻ മാഫിയകൾക്ക് വേണ്ടി ഒരു ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുമ്പ് 3000 കോടിയുടെയും 2000 കോടിയുടെയും ഡ്രഗ്സ് ഇവിടെ വന്നെങ്കിൽ അതിവിടെ താഴെ തട്ടിലുള്ള ഒരു ജനതയെ മൊത്തം, ഒരു ജനറേഷനെ മൊത്തം ഇല്ലാണ്ടാക്കുന്ന കാര്യത്തിലേക്കല്ലേ വരുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഡ്രഗ്സ് എന്താണെന്നും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടു, ഏതോ 2 കുട്ടികളുടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ കഞ്ചാവ് ചെടി നട്ടു വെച്ചിരിക്കുക. എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് 15 മില്ലി ഹാഷിഷ് ഓയിൽ കിട്ടിയിരിക്കുന്നു. കുട്ടികളുടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ്? ഇതിനുള്ള സിസ്റ്റം എവിടെയാണ്? പണ്ട് പലപ്പോഴും ഹോട്ടലിൽ ഒരു പക്ഷി ദുരന്തം നടക്കുമ്പോൾ പെട്ടെന്ന് ആരോഗ്യവകുപ്പ് അങ്ങ് റെയ്ഡാണ്. അങ്ങ് എല്ലാ ഹോട്ടലുകളിലും കയറി റെയ്ഡ് നടത്തി കുറേ പത്രം അതങ്ങ് കഴിഞ്ഞു. അതൊരു 2 ആഴ്ച 3 ആഴ്ച വിഷയങ്ങൾ നടക്കും. ഇപ്പോൾ ഈ വിഷയം കേരളത്തിലെ ലഹരിയുടെ, നാർക്കോട്ടിക്, MDMA അതുപോലെ രാസലഹരിയുടെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ
ഒരു മാസം കൊണ്ട് എത്ര കേസസാണ് പിടിച്ചത്? അപ്പോൾ ഇത്രയും കാലം ഇവർ എന്തെടുക്കുമായിരുന്നു? ഈ ഭരണ സംവിധാനങ്ങൾ എന്തെടുക്കുമായിരുന്നു? ഇപ്പോൾ മനുഷ്യച്ചങ്ങലയായി, അവയർനെസ്സായി, ഇപ്പം ചില ചാനലുകൾ പോലും ഒരു തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഒക്കെ അവയർനെസ് ആണ്. ഇതാണോ വേണ്ടത്? അത് വേണം എന്ന് ഞാൻ പറയുന്നു, അത് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഇപ്പോഴായിരുന്നു വേണ്ടതെന്നൊരു ചോദ്യമാണ് പറഞ്ഞതിൻ്റെ. തിരിച്ചു വരാം. ശ്രീ സച്ചിൻ, നമ്മൾ ഉത്ത പഞ്ചാബ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയിലൂടെയാണ് പഞ്ചാബ് എന്ന് പറയുന്ന സമൂഹം അവിടെ എങ്ങനെയാണ് ലഹരി ഒരു തരംഗമായി മാറുന്നത്, ആ തരംഗത്തിലൂടെ എങ്ങനെയാണ് അവിടുത്തെ യുവതലമുറ നശിച്ചില്ലാണ്ടാകുന്നത് എന്നതാണ് ആ സിനിമയുടെ പ്രമേയം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഉത്ത കേരളം ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും എന്ന ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. റോണി, ആ ലേഖനത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 24,517 NDPS കേസാണ്, നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കേസുകളാണ്. NDPS ആക്ട് പ്രകാരമുള്ള കേസുകൾ 24,517. ഇതേ കാലയളവിൽ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ഏകദേശം 9,714. എന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവൻ ആശങ്കയോടെ കണ്ട പഞ്ചാബ് സമൂഹത്തിൽ അതിപ്പോൾ അവരുടെ അവയർനെസ്സിൻ്റെയും ക്യാമ്പയിൻ്റെ ഒക്കെ ഫലമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളുടെ സമൂഹം ഇനിയും തുടർന്നിട്ടില്ല. ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു, നാട് പോകുന്നു. 24,000 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഈ വർഷം ഏകദേശം 2,000-2,500 കേസ് ആദ്യ മാസം തന്നെ വരുന്നു. അങ്ങനെ പോകുമ്പോൾ എത്രത്തോളം വലിയ എണ്ണത്തിൻ്റെ ഒരു വകുപ്പ് അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ നാട് ഇങ്ങനെ, അപ്പം ഈ പഞ്ചാബിനെ കുറിച്ച് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഈ പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഏറ്റവും ധീരന്മാരായ യുവജനത ഉണ്ടായിരുന്നത്, പഞ്ചാബിലാണ്. കാരണം നമുക്ക് ഇന്ത്യൻ ആർമിയിൽ, സ്പെസിഫിക്കലി ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് എവിടെ ആയിക്കോട്ടെ, പഞ്ചാബി സമൂഹത്തിൻ്റെ ഒരു വീര്യം, രാജ്യസ്നേഹം, അവരുടെ അർപ്പണബോധം, അത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം തൊട്ട് അതിന് മുമ്പ് ചരിത്രകാലങ്ങളിലെല്ലാം ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പവർ അത് രാജ്യം ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്, അഭിമാനിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ നാട് കൃത്യമായി ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടാകാം. അവിടെ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം, അവിടെ ആ യൂത്ത് അക്രമകാരികളായി മാറുന്നു, വീടുകളിൽ അപകടകാരികളായി മാറുന്നു, നൊട്ടോറിയസ് ക്രിമിനൽസായി മാറുന്നു, ലൈംഗിക പീഡനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു, നിയമലംഘനങ്ങളുടെ താഴ്വരയായി പഞ്ചാബ് മാറുന്നു നമ്മൾ കണ്ടതല്ലേ. മറ്റൊരു പഞ്ചാബ് ആവർത്തിക്കപ്പെടുന്നുണ്ടോ കേരളത്തിൽ എന്ന ചോദ്യമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം നമ്മൾ എപ്പോഴും അഭിമാനിച്ചിരുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിലാണ്. അത് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നത്? നമുക്കെല്ലാം പഠിച്ചെടുത്ത് ഒരു നല്ല ബ്രെയിനുള്ള അല്ലെങ്കിൽ ധീരന്മാരായ ആരോഗ്യമുള്ള ഒരു സമൂഹം, ലോകത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യം കീപ്പ് ചെയ്യുന്നൊരു സംസ്ഥാനം, ശിശുമരണ നിരക്ക് കുറവുള്ള സംസ്ഥാനം, എല്ലാ ഇൻഡെക്സിലും ഒരു സ്വീഡനോ സ്വിറ്റ്സർലൻഡിനോ ഒക്കെ കിടപിടിക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു നാട്, ആ നാട്ടിൽ ജീവിക്കുന്ന നല്ലവരായ മക്കൾ. ഈ മക്കളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റൊരു പഞ്ചാബ് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന സന്ദേഹം അല്ലേ, അത് പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതൊരു പലപ്പോഴും പഞ്ചാബിലേക്ക് ഈ പറയുന്ന മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഈ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്നായിരിക്കാം. അപ്പൊ തീവ്രവാദത്തിനുള്ളൊരു പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് കഞ്ചാവും ഉൽപ്പാദിപ്പിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ വലിയ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയണ അവര് നമുക്ക് ഒരു രീതിയിൽ നമ്മൾക്ക് വിഷമമുണ്ട് ആ കാര്യത്തിൽ. ഒരു നാട് അവർക്ക് അത്രത്തോളം അങ്ങനെ ആയിപ്പോകുന്നതിൽ. പക്ഷെ പിന്നീട് തീവ്രവാദത്താൽ പ്രധാനപ്പെട്ട വരുമാന മാർഗം പോപ്പിപ്പാടങ്ങൾ, അതന്നെ കഞ്ചാവ് കൃഷി. താലിബാനാണ് ഭരിക്കുന്നത് കൂടി ഓർക്കണം. താലിബാനാണ് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ ബോംബ് ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് ഈ ഒരു സാധനം കച്ചവടത്തിലൂടെ മാത്രമാണ് സാധ്യതയുള്ളൂ. അല്ലാതെ ഇത് കിട്ടണ്ടേ? ഇപ്പൊ ഇതിനെ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആരെങ്കിലും തോക്കും ബോംബും ഒന്നും തരത്തില്ല. അപ്പൊ ആയതിനാൽ അതിനുള്ള എളുപ്പമാർഗം എന്നുള്ള നിലയിലായിരിക്കാം അവര് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുകയും, അപ്പോൾ പഞ്ചാബ് പോലത്തെ ഉള്ളൊരു അയൽവക്ക സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടെ ബോർഡറിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഇത്. ഞാൻ അടുത്തൊരു പ്രശ്നം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും
കേരളത്തിലേക്ക് ഈ പറയുന്ന റൂട്ടിലൂടെയാണോ എങ്ങനെയാണോ ഇത് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് സത്യം പറഞ്ഞ കേരള പോലീസാണ് അത് കണ്ടെത്തി പറയേണ്ടത്. നമുക്കറിയത്തില്ല. നമുക്ക് ചിലപ്പോൾ ഊഹങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവിടെയും ആ ഒരു ബെൽറ്റിലൂടെയൊക്കെ വരുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇവിടെ അതിനുള്ളൊരു സാധ്യത ഞാൻ പറയുന്നത് എന്താ, ഒരു വശത്ത് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഇടയിലെ യുവജനങ്ങൾ ഒരു സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് ഇപ്പം നമുക്കറിയാം ഒരു ജോലി ഇന്നത്തെ ഇടയിൽ വളരെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കാം ഇവിടെ കേരളത്തിൽ അല്ലേ? കാരണം നമ്മുടേതായിട്ടുള്ള തൊഴിൽശാലകളോ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസോ ഒന്നും ഇവിടെ ഇല്ലാത്തതിനാൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു പണമാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ അയൽവക്കത്തൊക്കെയും ഗൾഫിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ നല്ല രീതിയിൽ വീടുകൾ വെക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ കാര്യമായ രീതിയിൽ ഈ പറഞ്ഞ 10,000 രൂപയുടെയോ 12,000 രൂപയുടെ ഒക്കെ ഒരു മാസ വരുമാനത്തിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പൈസ കയ്യിലേക്ക് വരാത്തതിൻ്റെ, എന്നാൽ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത് പലപ്പോഴും കൂടുതൽ പൈസയും വലിയ വലിയ കാറുകളൊക്കെ വാങ്ങിക്കുന്ന സെലിബ്രിറ്റീസിനെയൊക്കെ കാണുന്നതൊക്കെ ഈ ഒരു അരക്ഷിതാവസ്ഥ ബോധം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഈ യുവജനങ്ങളിൽ ഉണ്ടാവുകയും അവർക്കും ഈ ഒരു പ്രായത്തിൽ തന്നെ അടിച്ചു പൊളിച്ച് നടക്കാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ രീതിയിൽ എളുപ്പത്തിൽ ഞാൻ KT ജലീൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം നമുക്കറിയാലോ. ഈ മൈദപ്പൊടി പോലെ ഇരിക്കുന്ന കുറച്ച് ഒരു നുള്ളു സാധനത്തിനാണ് ചിലപ്പോൾ 1,000, 10,000, 20,000, 30,000 രൂപ വില കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കാരിയേഴ്സ് ആയിട്ട് വരുന്ന ആൾക്ക് അതിന്റെ ഒരു കമ്മീഷൻ കിട്ടുമ്പോൾ തന്നെ ഒരു മാസം പണി ചെയ്യുന്ന പൈസയാണ് ഒരു തവണ ഇത് കൊടുത്താൽ കിട്ടുന്നത്, കാരിയറായി നിന്നാൽ. അപ്പൊ ഇങ്ങനെയുള്ള എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പണത്തിന് ഒരു മാർഗമായിട്ട് ഈ ഒരു എന്താ പറയാ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കും നല്ല തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊഴിൽ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പല രീതിയിലുണ്ടാവും. എന്തായാലും അത് കോളേജ് തലത്തിലൊക്കെ ഉള്ളൂ സച്ചിൻ. അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്ത് തൊഴിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇല്ല. 7ലോ 8ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് കാരിയറായി മാറുന്ന നാടാണ് നമ്മുടെ നാട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഡ്രഗ് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തില് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഇത് കാരിയറായിട്ട് കൊണ്ടുവെക്കാമെന്നാണ് കൊച്ചിന്റെ ഉള്ളിലൂടെ. കൊച്ചുങ്ങളെ ആരും സംശയിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം പ്രത്യേകം കൊച്ചുങ്ങളെ തിരഞ്ഞെടുക്കുക. ബോധപൂർവം അല്ലേ അത് ചെയ്യുന്നത്? ബോധപൂർവം ഉപയോഗിക്കുന്നു, ബോധപൂർവം കാരിയർ ആവുന്നു. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാണ്. അങ്ങ് സച്ചിൻ പറഞ്ഞ പോലെ ജലീലിൻ്റെ ഒരു പ്രസ്താവന പറഞ്ഞല്ലോ, നമ്മൾ ഏതെങ്കിലും മറ്റു 2 മതത്തിലുള്ള ഏതെങ്കിലും വിഭാഗത്തിലെ നേതൃത്വങ്ങൾ ആ മതത്തിലെ ആളുകളോട് പറഞ്ഞോ നിങ്ങളിനി ഇതിൻ്റെ കാരിയേഴ്സ് ആവരുത്, നിങ്ങളിതിലൂടെ സമ്പാദിക്കരുതെന്ന് ജലീൽ പറഞ്ഞു. എന്തുകൊണ്ട് ജലീലിന് അത് പറയേണ്ടി വന്നു? KT ജലീൽ അവരുടെ ഒരു സംഘടനാ സംവിധാനത്തിനുള്ളിൽ ഒരു വേദിയിൽ അത് സ്വയം വിമർശനാത്മകമായി ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞു എങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണം ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലോ വിതരണത്തിലോ അതിനകത്ത് ഭൂരിപക്ഷം ആളുകൾക്കും റോൾ ഉണ്ടായത് കൊണ്ടല്ലേ അത് പറഞ്ഞത്? ജലീലിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ജലീൽ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സച്ചിൻ പറഞ്ഞത് സ്കൂളിൽ എങ്ങനെയാണ് അതിന് സ്കൂളിന്റെ സാധ്യത അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി ആദ്യം നമ്മൾ കൊടുത്തു തുടങ്ങുന്നു. അതിന് ആരെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഈ ഡ്രഗ്സ് സൊസൈറ്റിയിലേക്ക് എത്തണം, ഇതിലൂടെ ആളുകൾ ഒരു ജനറേഷൻ ചില പർട്ടിക്കുലർ ജനറേഷൻ നശിക്കണമെന്ന ഇന്റൻഷനോട് കൂടി ആരംഭിച്ചിട്ടുണ്ടോ? പണ്ട് കോഴിക്കോട് ഒരു സരോവര പാർക്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് ജ്യൂസിൽ ലഹരി കൊടുത്തിട്ടാണ് മയക്കിയത്. ഏത് വിഭാഗം ആളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ ഒത്തിരി. അപ്പം അവിടെ നമ്മൾ ചർച്ച ചെയ്തത് ലവ് ജിഹാദിൻ്റെ ബേസിലാണ്. പക്ഷെ ആ കുട്ടി അവന് എങ്ങനെ ലഹരി കിട്ടി, എവിടെ നിന്നാണ് ആ ലഹരിയുടെ ഉറവിടമെന്ന് അവിടെ അന്വേഷണം വന്നിട്ടില്ല. അതിൻ്റെ ബേസ് അന്വേഷിച്ച് പോയിട്ടില്ല. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്ത്, കാരണം ഞാൻ നിതിനെയോ സച്ചിനെയോ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ എനിക്കിത് തരുന്നത് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഘട്ടം ഘട്ടമായി ഞാനും ഇതിൻ്റെ ഉപഭോക്താവായി വരുവാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സുഹൃത്തുക്കളും ഇതിൻ്റെ കാരിയേഴ്സും ഉപഭോക്താക്കളുമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയുടെ അടക്കം നാശത്തിലേക്കാണ് അത് പോകുന്നത്. സൊസൈറ്റിക്ക് മൊത്തത്തിൽ അപകടമായി വരികയാണ്. അപ്പോൾ അതിനെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം കല്ലറങ്ങാട്ട് പിതാവ് ഈ നർക്കോട്ടിക് ജിഹാദിനെ പറ്റി കൃത്യമായി പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിനെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനെ വർഗീയപരമായി ചിത്രീകരിച്ച് അതിൻ്റെ ഇൻറ്റൻഷനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ ഡയമെൻഷനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ. ഇപ്പോൾ ആ രാഷ്ട്രീയ നേതാക്കൾ പോലും ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നില്ലേ?
അന്ന് തൊട്ടെങ്കിലും, അല്ലെങ്കിൽ അതിന് ഇപ്പം നേരത്തെ സച്ചിൻ പറഞ്ഞു, ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. എപ്പോഴും ഈ കേസസ് പിടിക്കുന്നു. ഇതിൻ്റെ ബേസ് എവിടേക്കാന്ന് എവിടെയെങ്കിലും അന്വേഷണം പോകുന്നുണ്ടോ? അപ്പോൾ അത് പോകാത്തതിൻ്റെ കാരണം എന്താ? അത് കൃത്യമായി എവിടെയോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വേറൊരു പ്രധാന MLA-യുടെ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ എന്താണ്? ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസുമായിട്ട് മുന്നോട്ട് ആൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ വേറൊരു അദൃശ്യ ശക്തി കൃത്യമായി അദൃശ്യത്തിലേക്ക് നമുക്ക് പോകണം. അടുത്ത ഘട്ടത്തിൽ നമുക്ക് തിരിച്ചിട്ട് വരാം. സച്ചിൻ, അങ്ങ് പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കുട്ടികൾക്ക് ഇതിനൊരു ജിജ്ഞാസ ഉണ്ടാകാം, സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാം. 3, എൻ്റെ ചോദ്യം ഞാൻ ചെയ്യുന്നത് ഒരു കാത്തലിക് ആംഗിൾ ഇതിനെ കാണാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഈ കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന ബോധ്യം കൊടുക്കാൻ നമ്മളുടെ സ്ഥാപനങ്ങൾ, നാർക്കോട്ടിക് സംഘങ്ങൾ കേരളത്തിൽ കണ്ണുവച്ചിരിക്കുന്നത് 1000 സ്കൂളുകളാണ്. ഈ 1000 സ്കൂളുകളുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ 1000 സ്കൂളുകളുടെ പേര് ജില്ലാ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് മലയാളത്തിലെ പ്രധാന പത്രങ്ങളിൽ 1 വർഷം മുമ്പ് 1-2 വർഷം മുമ്പ് അത് വാർത്തയായതുമാണ്. അപ്പോൾ 1000 സ്കൂളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായൊരു മാർക്കറ്റിംഗ് അതിനകത്തുണ്ടാകാം. അതിൽ കുട്ടികൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ആ പ്രശ്നം കുട്ടികൾ അതിനകത്ത് വീഴുന്നുണ്ട്, അടിമകളാകുന്നുണ്ട് എങ്കിൽ അതിന് സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിലൊരു പങ്കുണ്ടോ? 1. 2, നമ്മളുടെ കാത്തലിക് നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ നമ്മുടെ കാത്തലിക് ആയിട്ടുള്ള നമ്മളുടെ വിശ്വാസ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾക്ക് ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ അതിന് പങ്കുണ്ടോ? ഈ കാര്യത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഒരു സമൂഹത്തിൽ വരുന്ന ഇതുപോലത്തെ ഉള്ള ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അലേർട്ട് ആയിരിക്കേണ്ട ഒരു മേഖല. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും സ്കൂളും മാതാപിതാക്കളുമാണ്, അല്ലേ? കാരണം അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ആയതിനാൽ സ്കൂളിൽ നിന്നും ഇത്രത്തോളം നമ്മുടെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും പരീക്ഷ, മാർക്ക്, അങ്ങനെ ഒരു ടൂ മച്ച് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം, വേറെ അപ്പുറം ഇപ്പുറം ബോംബ് പൊട്ടിയാൽ പോലും നമ്മളെ ബാധിക്കാതെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുക, അടുത്ത പരീക്ഷ അല്ലെങ്കിൽ അടുത്ത അതിനു വേണ്ടിയുള്ള എൻട്രൻസ് കോച്ചിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതാണ് നമ്മളുടെ ഒരു ട്രെൻഡ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ പോലും ഈ എക്സിസ്റ്റിംഗ് ആയിട്ട് ഈ പഠിപ്പിക്കുന്ന, നമുക്കറിയില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിപ്പിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1 മണിക്കൂർ എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തി ഇതിനെക്കുറിച്ച് എല്ലാ ആഴ്ചയിലും 1 മണിക്കൂറെങ്കിലും മിനിമം സ്കൂളിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്, ബോധവൽക്കരണം സ്ഥിരം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ സ്ഥാപനങ്ങളൊക്കെ മോറൽ എന്നുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. മോറൽ വാല്യൂസ്. സൺഡേ സ്കൂളിൽ റിലീജിയൻ എന്ന് പറഞ്ഞ വേറൊരു വിഷയമുണ്ട്, അത് ക്രിസ്ത്യൻ കുട്ടികൾക്ക്. ശരിക്കും ഈ മോറൽ ക്ലാസ്സുകൾക്കൊക്കെ എത്രയോ പഴി കേട്ടിട്ടുണ്ട് കാത്തലിക് ചർച്ച്. അതെ അതെ. അപ്പൊ ആ പുസ്തകം നമ്മളെ മതം വളർത്താൻ വേണ്ടിയിട്ടാണ് ആ സെക്ഷൻ പോലും അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒരു നോൺ ക്രിസ്ത്യൻ സ്കൂളുകളിൽ എത്രത്തോളം കിട്ടുന്നുണ്ട്? എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ മേഖലയില് എക്സ്പേർട്ട് ആയിട്ടുള്ള ഇപ്പൊ സൈക്കോളജിസ്റ്റ്മാരാകാം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരെ എല്ലാ ആഴ്ചയിലും ക്ലാസ് എടുക്കാനും വിളിക്കാനും അങ്ങനത്തെ ഒരു സംവിധാനം എല്ലാ സ്കൂളും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ഞാൻ പറയണ മിനിമം 1 മണിക്കൂർ ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും വെച്ച്. ഇനി നമ്മുടെ വീടുകളിൽ അപ്പനമ്മ മക്കള് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഈ കുട്ടികളൊന്നും ഇത് വായിക്കുന്നൊന്നുമില്ല, പത്രം വായിക്കുന്നൊന്നുമില്ല, ന്യൂസ് കാണുന്നില്ല, അവർ എന്തെങ്കിലും വല്ല കാർട്ടൂണോ മറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള മാതാപിതാക്കന്മാര് കുട്ടികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ. അതിന് എന്റെ കുട്ടി പെർഫെക്റ്റ് ആണ്, അല്ല അവിടെ പ്രശ്നമുണ്ട്, ചെയ്യില്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ അല്ല ആ ധാരണ മാറി. ഞാൻ പറയണത് ഇപ്പൊ നമ്മള് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ മയക്കുമരുന്ന് അടിമപ്പെട്ട് ക്രൈമില് ബന്ധപ്പെടുന്ന കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവൻ പഞ്ചപാവമായിരുന്നല്ലോ, അങ്ങനത്തെ ഉള്ള അഭിപ്രായമാണ് ചുറ്റുപാടുള്ളവർക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ കാലം കഴിഞ്ഞു, മാറണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളും ഇതിന്റെ ഇരയാക്കപ്പെടാം. ആ ഒരു അലേർട്ട്നെസ്, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളും മാതാപിതാക്കന്മാരും കുട്ടികളോട്ട് സംസാരിക്കും. പിന്നെ അടുത്തൊരു കാര്യം, കുട്ടികളിൽ വരുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന മാതാപിതാക്കന്മാരെ, അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട. ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന സ്വഭാവത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ പെട്ടെന്നൊരു സ്വഭാവ മാറ്റം അവനിലുണ്ടോ?
അവൻ്റെ സംസാരത്തിലുണ്ടോ, പെരുമാറ്റത്തിലുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഇത് നമുക്കറിയാലോ. ഇപ്പോൾ പഠനത്തിൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ഉഴപ്പ് സംഭവിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാതെ അവനത് സംഭവിക്കില്ല. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്ഥിരമായിട്ട് അത് ഡിസിപ്ലിനായിട്ട് പോകുമ്പോൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ തന്നെ അവൻ മറ്റു കുഴപ്പങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. എന്ന് പറയുന്ന പോലെ അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഒരുപക്ഷെ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്കൊന്നും അത്രയും ശ്രദ്ധിക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ വീട്ടിലെ മാതാപിതാക്കന്മാർക്ക് തീർച്ചയായിട്ടും സ്വഭാവത്തിൽ വരുന്ന മാറ്റം. ഒരു കാര്യം ഞാൻ അതിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. നേരത്തെ പറഞ്ഞല്ലോ അധ്യാപകരുടെ കാര്യം. ശരിക്കും പറഞ്ഞാൽ അധ്യാപകർക്ക് നല്ല റോളുണ്ട്, അധ്യാപകർ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ പോലും ചെയ്താൽ അധ്യാപകർക്കെതിരെ കോടതിയിൽ കയറ്റുക. എത്രയോ അധ്യാപകർ അതുകൊണ്ട് നശിക്കുന്നു. ഇപ്പോൾ പാലക്കാട് പ്രധാന അധ്യാപകന് സ്കെച്ചിട്ട ഒരു കുട്ടിയുണ്ടല്ലേ, കൊട്ടേഷൻ കൊടുത്തൊരു കുട്ടി. എന്നിട്ട് ആ കുട്ടിയുടെ വിഷയം പൊതുജനം അറിഞ്ഞപ്പോൾ അധ്യാപകനെതിരെ നടപടിയെടുത്ത ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിലുള്ളത്. കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അധ്യാപകനെതിരെയാണ്. ആ കുട്ടിയെ ആ രീതിയിലേക്ക് ബിഹേവ് ചെയ്യാൻ കാരണം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. എന്നിട്ട് അത്തരം ആക്ഷൻ ആ അധ്യാപകനെതിരെ എടുക്കുമ്പോൾ അധ്യാപകർ എന്ത് ചെയ്യും? അവർ സൈലന്റ് ആവും. എന്തേലും കാണിച്ചോട്ടെ, നമ്മൾ നമ്മുടെ സബ്ജക്ട് എടുക്കുക, പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകുക എന്നൊരു ശൈലിയിലേക്ക് അധ്യാപകർ എത്താൻ നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങനെ ബിൽഡായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ആ അന്തരീക്ഷം വന്നു. അതിന്റെ ദുരന്ത ഫലവും കൂടി ഉണ്ട്. ഈ ഡ്രഗ്സ് മറ്റു കാര്യങ്ങൾ സ്കൂളുകളിലേക്ക് വർദ്ധിക്കാനുണ്ടായ കാരണം അധ്യാപകരുടെ ഇതുപോലെയുള്ള അവരുടെ ഒരു ഇന്റൻഷനെ ചോദ്യം ചെയ്തു. റൈറ്റ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ആ കോളേജിൽ നമ്മൾ കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ അധ്യാപകൻ്റെ ഒരു ധീരമായ നേതൃത്വത്തെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അവിടെ അദ്ദേഹം പ്രസ് റിലീസ് കത്ത് കൊടുക്കുന്നു, പോലീസിന് അന്വേഷണം നടക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, എല്ലാ അരാജകത്വങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ലഹരിയാണ്. നമുക്കവിടെ കോണ്ടം പാക്കറ്റുകളാണ് ആ മേശപ്പുറത്ത് ഏറ്റവും കൂടുതൽ കണ്ടത്. എന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമുക്കിതൊക്കെ അതിശയമായി മാറുന്നു. പക്ഷേ ഇതൊന്നും അതിശയമല്ലാതാകുന്ന കാലമായി മാറുന്നു. നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ നമ്മുടെ കോളേജുകളിൽ ദുരുപയോഗിക്കപ്പെടുന്നു, നമ്മുടെ പിഞ്ചു കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുന്നു. അത് സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മൾ അത്തരം വാർത്തകൾ നമ്മൾ കാണുന്നു. കൊലപാതകത്തിൻ്റെ റേഷ്യോ മുമ്പെങ്ങും ഇല്ലാത്ത വിധം മാറുന്നു. അമ്മയും മക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു മാനസിക വൈകൃതം നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നു. പഠനത്തിൽ അവർ പുറകോട്ട് പോകുന്നു, മൊബൈലിന് അടിമയാകുന്നു, ലഹരി കടത്താൻ അവർ കാരണക്കാരാകുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പേടിച്ചിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എത്രയോ കേസുകൾ കഴിഞ്ഞൊരു വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ അരാജകത്വങ്ങളുടെയും എല്ലാ പൈശാചികതയുടെയും ഒരു കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ കാരണക്കാരൻ ലഹരിയാണ്. ലഹരി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. MDMA എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകുമ്പോൾ ശരിക്കും ഈ നാട്ടിലുണ്ടാകുന്ന വാല്യൂ സിസ്റ്റം ഇല്ലാതാകും, അല്ലേ? നമ്മൾ കാലങ്ങളായി ആർജിച്ചത്, പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചിനകത്ത് വലിയ റോളുണ്ട്. അത് എല്ലാ മതസ്ഥരും ഫോളോ ചെയ്യുന്നത്, ഈ നാടിനെ ബിൽഡ് ചെയ്തത് ക്രിസ്ത്യൻ വാല്യൂസാണ്. അവരുടെ സ്കൂളുകൾ ഏതുമായിക്കോട്ടെ, ആ സ്കൂളുകളിലൂടെ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ധാർമ്മിക ബോധ്യങ്ങളുണ്ട്. അത് ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മക്കളെ ക്രിസ്ത്യൻ സഭയിൽ വിടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വാല്യൂ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ആ വാല്യൂ സിസ്റ്റത്തിലൂടെയാണ് കേരളം, ഇന്ത്യ, ഈ രാജ്യം, ലോകം മുഴുവൻ ബിൽഡായിട്ടുള്ളത് പ്രധാനമായും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നമ്മുടെ വാല്യൂ സിസ്റ്റത്തോടുള്ള ആക്രമണം കൂടിയാണ്, അതിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് കൂടിയാണ്. അങ്ങനെ ഒരു പറ്റം കുട്ടികളെ അതിൽ നിന്ന് അടർത്തിയെടുത്താൽ, ബോധമില്ലാത്തൊരു സമൂഹത്തെ കിട്ടിയാൽ, ഞങ്ങളുടെ രാഷ്ട്ര നേതാവ് പറയുന്ന ഏത് അബദ്ധവും അതനുസരിക്കുന്ന കുറേ പാർട്ടി അടിമകളെ കൂടി ഈ നാട്ടിൽ നിർത്തുക. അങ്ങനെ ഈ നാട്ടിൽ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് കിട്ടുന്ന കുറേ മണ്ടന്മാരെ കൂടി, അവർ അടിമകളായ കുറേ സമൂഹത്തെ കൂടി ബിൽഡ് ചെയ്യാൻ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ അജണ്ട ഉണ്ടോ എന്ന് പോലും, അജണ്ട ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നാട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായി മാറുന്നു. നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, സഹോദരിമാർക്ക് ഒന്നും ജീവിക്കാൻ, കാരണം എല്ലാ അരാജകത്വവും ഈ ലഹരിയിലൂടെ വരുന്നു. എല്ലാ അരാജകത്വങ്ങളും ഈ ലഹരിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ അരാജകത്വങ്ങളെ നിലയ്ക്ക് നിർത്തുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യമാണ്. അതിനങ്ങ് പറഞ്ഞതുപോലെ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളതിൻ്റെ കർശനമായ നിയന്ത്രണം മാത്രമാണ് അതിന് പരിഹാരം.
ലഹരി പദാർത്ഥങ്ങളുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, കോളേജ് വിദ്യാർത്ഥികൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കയ്യും കെട്ടി ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ ഒരു വരി പോലും ഉരിയാടാൻ സാധിക്കാതെ വരുന്നത്? ഇത്രയും പോലീസ് സംവിധാനങ്ങളുണ്ട്, ഇത്രയും കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, ഇതിനെയൊക്കെ തടുക്കുവാൻ എന്തേ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന സന്ദേഹം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, നമ്മൾ മാത്രമേ നമ്മളെ നോക്കാനുള്ളൂ എന്ന സാഹചര്യത്തിലേക്ക് നാട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതിരോധം തീർക്കേണ്ടത് കുടുംബങ്ങളിലാണ്. എത്ര വിശ്വസ്തരാണ് നമ്മുടെ മക്കളെങ്കിലും അവരുടെ ട്രാക്കിൽ വരുന്ന ചെറിയ വീഴ്ചകൾ, ചെറിയ വ്യതിയാനങ്ങൾ, ഡീവിയേഷൻസ് കൃത്യമായി നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തോട് കൊടുക്കുന്ന ഒരു സാമൂഹിക ജാഗ്രത കൂടിയാണ്. അങ്ങനെ വിളിക്കുന്നവരെ തന്ത വൈബ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ മോറൽ പോലീസിംഗ് എന്ന് വിളിച്ച് അതിനെ അധിക്ഷേപിക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ടാകാം. പക്ഷേ നമ്മുടെ മക്കളെ വിശുദ്ധരായി ഈ നാട്ടിൽ നിലനിർത്തേണ്ടത്, ഈ പൈശാചിക ചിന്തകളിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കേണ്ടത് അത് വലിയൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ സാമൂഹിക ജാഗ്രതയോടെ നമുക്ക് സഞ്ചരിക്കാം. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം 2 അതിഥികൾക്കും നന്ദി, നമസ്കാരം.